നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത നിമിഷപ്രിയയുടെ കേസിൽ ഇപ്പോൾ തലാലിൻ്റെ സഹോദരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, അല്ലാഹുവിൻ്റെ നിയമമാണ് നടപ്പാക്കേണ്ടത് എന്ന് പറയുന്നു. ഒരു തരത്തിലും അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഇടയ്ക്ക് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിൽ നിമിഷപ്രിയയ്ക്കായി വർഷങ്ങളായി ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സാമുവൽ ജെറോമിനെ കുറിച്ചും ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടതും എല്ലാം ഏറെ ചർച്ചയായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി തലാലിൻ്റെ സഹോദരൻ നടത്തുകയുണ്ടായി. ഇവിടെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നൊരു പ്രചരണവും നടക്കുന്നുണ്ട്. അതും സത്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഇവർ ഒതുങ്ങുന്നില്ലേ? കാന്തപുരം അവരുമായി നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇനി മധ്യസ്ഥ ചർച്ചകളിൽ കേന്ദ്രം കൂടി ശക്തമായി ഇടപെടണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് പ്രതീക്ഷ വെക്കാമോ നിമിഷപ്രിയയുടെ വിടുതലിനെ കുറിച്ച്? യാഥാർത്ഥ്യത്തിൻ്റെ വശമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. യമനിലെ ജയിലിൽ കഴിയുന്ന, വധശിക്ഷ കാത്ത് കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് തലാലിൻ്റെ കുടുംബം ഒന്നുകിൽ മാപ്പ് നൽകുക, അല്ലെങ്കിൽ ദിയാദനം സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക. ഇതാണ് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ തലാലിൻ്റെ കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. തലാലിൻ്റെ രക്തത്തിൽ ഞങ്ങൾ ഒന്നും തന്നെ, ആ രക്തത്തിൻ്റെ പ്രതിഫലമായി ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന നിലപാടിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തി നോക്കണം. നമ്മൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേര് അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ. അദ്ദേഹത്തിൻ്റെ സഹോദരനെ നമ്മൾ ഏകപക്ഷീയമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞ് മരിച്ചു പോയതാണ്. ആരുടെ? ഈ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ കുഞ്ഞ് മരിച്ചു പോയതാണ്. മരിച്ചു പോയത് എന്നതിനേക്കാൾ ഉപരി കൊലപാതകമായിരുന്നു. ഒരു കൊലപാതകത്തിൽ മരണപ്പെട്ട കുട്ടിയാണ്. ആ കുഞ്ഞിൻ്റെ കൊലപാതകിയെ ഈ പറയുന്ന അബ്ദുൽ ഫത്താഹ് മഹദി ദിയാദനം പോലും വാങ്ങാതെ മാപ്പ് കൊടുക്കുകയായിരുന്നു ഉണ്ടായത്. ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ ദിയാദനം പോലും നൽകാതെ മാപ്പ് നൽകി വിട്ടയച്ച ആളാണ് ആര്? ഈ പറയുന്ന തലാലിൻ്റെ സഹോദരൻ. പക്ഷെ അദ്ദേഹം ഈ കാര്യത്തിൽ പറയുന്നു, അന്ന് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഘാതകനെ പോലും ഞാൻ മാപ്പ് നൽകി പറഞ്ഞിട്ടുണ്ട്, ഒരു ധനം പോലും, അതായത് പൈസ പോലും വാങ്ങാതെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ അവർ പറയാൻ കാരണം? അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കേസ് തന്നെ, കാര്യം തന്നെയല്ലേ. ഒരു സ്ത്രീയുടെ ജീവിതം, ഇതൊക്കെ അവർ അറിയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ അറിയുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ മാപ്പ് കൊടുക്കാത്തത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, ഇവർ പറഞ്ഞിരിക്കുന്നത് അല്ലാഹുവിൻ്റെ നിയമം നടപ്പിലാക്കണമെന്നതാണ് തങ്ങളുടെ നിലപാട്. അല്ലാഹുവിൻ്റെ നിയമം എന്താണോ അത്, ശരീഅത്ത് നിയമപ്രകാരമുള്ള ശിക്ഷ എന്ത് തന്നെ ആയാലും അത് നിമിഷപ്രിയയ്ക്ക് കിട്ടണം എന്നുള്ളതാണ് നിലപാട് എന്നാണ് അബ്ദുൽ ഫത്താഹ് മഹദി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം വെളിപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സാമുവൽ ജെറോമുമായി ബന്ധപ്പെട്ട് സാമുവൽ ജെറോം അവിടെ വ്യാപകമായി പണപ്പിരിവ് നടത്തുകയാണെന്നും $45,000 അവിടെ നിന്ന് തട്ടിയെടുത്തതും എന്നുമുള്ള ഗുരുതരമായ ഒരു കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ട് ഞങ്ങളോട് ഒരു പ്രാവശ്യം പോലും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും, ഈ യമൻ ഭരണാധികാരിയായിട്ടുള്ള യമൻ രാജാവ് അദ്ദേഹത്തിന് ഈ പറയുന്ന നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളിയതിനു ശേഷം സനയിൽ വെച്ച് കണ്ട സമയത്ത് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുവെന്നും അന്ന് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിശ്വസിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പോസ്റ്റ് കുറച്ച് സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഡിലീറ്റ് ചെയ്തു. എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല, ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ, അദ്ദേഹം എന്ത് തന്നെയായാലും ഒരു രാജ്യത്ത് ഒരു മതാധികാരമുള്ള, മതഭരണകൂടമുള്ള ഒരു പ്രത്യേകിച്ച് ഹൂത്തികളെ പോലെ ഒരു തീവ്ര മനോഭാവമുള്ള ആളുകൾ ഭരിക്കുന്ന ഒരു രാജ്യത്തിനകത്ത് ഈ പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേരിട്ട് ഇടപെടുകയും അവിടെ സൂഫി പണ്ഡിതന്മാരും സുന്നി പണ്ഡിതന്മാരും മുഖേന അവിടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വധശിക്ഷ നീട്ടിവെച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞൊരു കാര്യം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ദൂതന്മാരാരും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല, അങ്ങനെ ഞങ്ങളോട് ആരും സംസാരിക്കാൻ വരേണ്ടതുമില്ല എന്നാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്. അതിൽ നിന്ന് ഈ പറയുന്ന വധശിക്ഷ എന്നതിലേക്ക് ഉപരിയായിട്ട് മറ്റൊരു ചിന്തയും ഞങ്ങളിലില്ല എന്നും പറയുന്നുണ്ട്. കുടുംബം യാതൊരു തരത്തിലും അയയുന്നില്ല എന്ന വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 2 ദിവസമായി സഖാവ് VS-ന്റെ മരണവുമൊക്കെയായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെല്ലാം ആ ഒരു തിരക്കിലായതുകൊണ്ട് നിമിഷപ്രിയയുടെ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയിൽ വരുന്നില്ല എന്നത് മാത്രമാണ്. ഇവിടെ കാന്തപുരത്തിൻ്റെ ദൂതന്മാർ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ആ ഒരു വെളിപ്പെടുത്തൽ വലിയ ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കറിയില്ല.
തലാലിൻ്റെ സഹോദരൻ പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഈ കാര്യത്തിൽ ഇടപെടാൻ കാണിച്ച കാന്തപുരത്തിൻ്റെ മനസ്സിനെ നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. അത് എന്തൊക്കെ തരത്തിൽ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ കൂടി ഭീഷണിപ്പെടുത്തിയാലും സോഷ്യൽ മീഡിയയിൽ വഴി അദ്ദേഹത്തെ അപവാദം പറഞ്ഞാലും അദ്ദേഹത്തിന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമല്ലോ. ഇവിടെ എത്രയധികം മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധം വെച്ചുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ കരുതുന്ന ആളാണ് ഞാൻ. ഇതിൽ വേറൊരു കാര്യമെന്ന് പറയുന്നത്, കാന്തപുരത്തിൻ്റെ ഓഫീസ് ഇപ്പോൾ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. അതായത് ഒറ്റയ്ക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ തന്നെ ഈ കാര്യത്തിന് ഔദ്യോഗികമായ പരിഹാരം കാണേണ്ടതുണ്ട്. ദിയാധനത്തിൻ്റെ കാര്യത്തിൽ ഇനി അഥവാ അവർ ദിയാധനം സ്വീകരിക്കുകയാണെങ്കിൽ, ആ ദിയാധനം സ്വീകരിച്ച് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇനിയും അവർ ജയിലിൽ തുടരേണ്ടതുണ്ടോ? ജയിൽ ശിക്ഷ കുറയ്ക്കുകയാണോ? ഇനി വധശിക്ഷ കുറച്ച് ജയിൽ ശിക്ഷയാക്കുകയാണോ? ഈ തരത്തിലുള്ള കാര്യങ്ങളും ഇന്ത്യൻ സർക്കാരിൻ്റെ ഡിപ്ലോമാറ്റിക് നയതന്ത്ര ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുക. ഏതൊരു രാജ്യവുമായിട്ട് ഇപ്പോൾ അവിടെ ഒരു അംബാസഡർ നമുക്കില്ല, അവിടെ നമുക്ക് ഒരു എംബസി നിലവിലില്ല. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ കൂടെയും അവിടെ സൗഹൃദമുണ്ട്, അവിടെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ 2-3 ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പടിയടച്ച് പിണ്ടം വെച്ചുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ അത്തരത്തിലുള്ള കട്ട് ചെയ്ത കാര്യമല്ല. അവർക്ക് സർക്കാരിന് സംസാരിക്കാൻ കഴിയും, സംസ്കാര ഭരണാധികാരിയെ വിളിക്കാൻ കഴിയും. ഇനി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യമൻ സന്ദർശിക്കണമെങ്കിൽ അതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ അതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നയതന്ത്ര ബന്ധം ഔദ്യോഗിക തലത്തിൽ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നയതന്ത്ര ബന്ധം വന്നില്ലെങ്കിൽ കൂടിയും അല്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പറയുന്ന ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ ഡിവൈഡ് ചെയ്യുന്ന പലതരത്തിലുള്ള അന്താരാഷ്ട്ര പോളിസികളുണ്ട്. ആ പോളിസികളുടെ അടിസ്ഥാനത്തിലാണ് ശത്രു രാജ്യം, അല്ലാത്ത രാജ്യം എന്നിങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത്. നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിലേക്ക് പോലും നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യമില്ല. അത്തരത്തിൽ ഡിപ്ലോമാറ്റിക് നയതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തണമെന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ മതപണ്ഡിതരെ ഉപയോഗിക്കണം, കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ വക്താക്കളെ ഉപയോഗിക്കണം, ആക്ഷൻ കമ്മിറ്റിയെ ഉപയോഗിക്കണം, അവിടെയുള്ള പവർ ഓഫ് അറ്റോർണി ആയിട്ടുള്ള ആളെ ഉപയോഗിക്കണം. ഈ സാമുവൽ ചെറോമിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് മാത്രമാണ് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നും ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് കേന്ദ്ര സർക്കാരിനെ ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട്. അതായത് ഇവിടെ നിന്ന് പരസ്പരം തമ്മിലടിക്കുന്ന രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്, കേന്ദ്ര സർക്കാരിന് കൃത്യമായ റോൾ ഇതിലുണ്ട്, കാന്തപുരത്തിന് കൃത്യമായ റോൾ ഇതിലുണ്ട്. ഇനി അതിലപ്പുറത്തേക്ക് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിക്കും കൃത്യമായ റോൾ ഇതിലുണ്ട്. ഇതിൽ കാന്തപുരത്തിന് മാത്രമാണ് റോൾ, കാന്തപുരമാണ് എല്ലാം ശരിയാക്കിയതെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നവരോടും, കേന്ദ്ര സർക്കാരിനാണ് റോൾ, കേന്ദ്ര സർക്കാർ മാത്രമാണ് എല്ലാം ശരിയാക്കിയതെന്ന് പറയുന്ന മറ്റുള്ളവരോടും, ഇനി അതൊന്നുമല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരോടും എല്ലാവർക്കും തുല്യമായ പ്രാധാന്യം ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് കാന്തപുരത്തിനെ മാത്രം എടുത്ത് പറയുന്നതെന്നാണ് ഒരു ഭാഗത്തിൻ്റെ ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ മാത്രം എടുത്ത് പറയുന്നു എന്ന് മറ്റൊരുടെ ചോദ്യം. ഇതൊരു ജീവന്റെ കാര്യമാണ്. എന്ത് തന്നെയായാലും അതിൽ തെറ്റോ ശരിയോ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊരു ജീവന്റെ കാര്യമാണ്. ആ ജീവന്റെ കാര്യത്തിൽ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്നു. തലാലിൻ്റെ സഹോദരൻ അയ്യുന്ന ലക്ഷണമില്ല. ഇതുവരെ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും അവർ അഴിയുന്ന ലക്ഷണമില്ല. അത് അയ്യുമെന്ന് നമുക്കൊട്ട് പ്രതീക്ഷയുമില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം. ഇനി എന്തായാലും വിധിയുടെ കൈകളിലാണ് കാര്യം ഇരിക്കുന്നത്. അവസാനഘട്ട ശ്രമം എന്നുള്ള നിലയിലേക്ക് ഇവരെല്ലാം കൂടെ ചേർത്തുകൊണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെയും ചേർത്തുകൊണ്ട് ഇവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു ശ്രമം കൂടെ നടത്തുന്നുണ്ട് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ എന്നാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. എന്തായാലും എല്ലാവരും കൂടെ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഇതിൽ ഒരു കാര്യം പറയുന്നത്, നയതന്ത്ര ചർച്ചകളുടെ തുടർച്ചയും നിയമപരമായ കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം കേസിൻ്റെ സാംസ്കാരികമായ സെൻസിറ്റിവിറ്റി കൂടി മനസ്സിലാക്കിയുള്ള യോജിച്ച പ്രവർത്തനങ്ങൾക്ക്, തുടർ നടപടികൾക്ക് ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതിനാലാണ് ഇങ്ങനെയൊരു യോജിച്ച നീക്കത്തിന് രൂപം നൽകിയിരിക്കുന്നത്. തുടർ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും പ്രാതിനിധ്യവും അനിവാര്യവും അത്യാവശ്യവുമാണെന്ന് ഗ്രാൻഡ് മുഫ്തി ഓഫീസ് കേന്ദ്ര സർക്കാരിനെയും യമനിലെ മധ്യസ്ഥരെയും അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സന്ദർശിച്ച ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളോടും ഇത് തന്നെയാണ് കാന്തപുരം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിമിഷപ്രിയ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരട്ടെ. ആ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ. അതെ, എല്ലാ ഘടകങ്ങളും ഒന്നിച്ചു ചേർന്ന് അത് പരസ്പരം മല്ലടിക്കാതെ ഒന്നിച്ചുള്ളൊരു പ്രയത്നം നിമിഷയുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും.